morning. Get ready with me for a ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. 2 പ്രാവുകൾ വന്ന് എൻ്റെ ഉറക്കം കളഞ്ഞു. പ്രാവ് വന്ന് ഞങ്ങളുടെ ബാൽക്കണിയുടെ ഗ്ലാസിൻ്റെ അവിടെ ടക്ക് ടക്ക് സൗണ്ടൊക്കെ ഉണ്ടാക്കി. പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരാം. എന്നിട്ട് നമുക്ക് സ്കിന്നിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മുഖം മാത്രം തുടയ്ക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ടവൽ വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. ഓർഡറല്ല, സജഷൻ മാത്രമാണേ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേറ്ററായ കൊളാജൻ ഞാൻ എടുത്തു. ബ്ലൂം മിയോഞ്ച് നല്ലൊരു തൊഴിലായിപ്പോയി ഗൈസ്. പോകുന്നത് നമുക്കുള്ളതല്ലോ. വീണ്ടും ഞാൻ ഞെക്കി ഒഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ അത്ര ആഡംബരമായ പരിപാടി അല്ലാത്തതിനാൽ ഒരു ലളിതമായ ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വലിയ ലുക്കൊക്കെ ഞാൻ ഉദ്ദേശിച്ചാലും അങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. അത് വേറൊരു നഗ്നമായ സത്യം. സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നെ തന്നെ ഒരു ഉസ്താദായിട്ടാണ് കാണുന്നത്. കൊളാജൻ നല്ല വൃത്തിക്ക് അമർത്തി പിടിപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ എടുത്തു. മിയോഞ്ച് അതും പോയി. പക്ഷേ ഇത്തവണ ഞാൻ വിട്ടുകൊടുത്തില്ല ഗൈസ്. അത് നേരെ വീണ് എൻ്റെ സ്കേർട്ടിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ എടുത്ത് എൻ്റെ കവിളിൽ വെച്ചു. എൻ്റെ പതിവായ ശൈലിയിൽ ഞാനതെല്ലാം അമർത്തി എൻ്റെ സ്കിന്നിലോട്ട് പഠിപ്പിച്ചു. ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എന്തും തന്നെ ആയിക്കോട്ടെ, അത് നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലെനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാസ്റ്റർ ഓയിലില്ലേ, ആവണക്കെണ്ണ, അത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തുള്ളി നമ്മുടെ ചുണ്ടിൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഹൈ പെനിട്രേറ്റിംഗ് സ്കിൽസാണ് ഈ കാസ്റ്റർ ഓയിലിനുള്ളത്. ഞാൻ ഏകദേശം ഒരു 15-16 ദിവസമായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും. ആൻഡ് താങ്ക് മീ ലേറ്റർ. നമ്മൾ ഡെയിലി സ്കിൻ റുട്ടീൻസ് ചെയ്യാറുണ്ടല്ലോ, നമ്മുടെ ലോഷൻ, ക്രീം അല്ലെങ്കിൽ സെറംസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് കൂടെ യൂസ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐബ്രോസ് ഇങ്ങനെ ജെല്ലപ്പ് ചെയ്ത് റേസ് ചെയ്ത് വെക്കാൻ ട്രൈ ചെയ്താൽ ഫുള്ളർ ഐബ്രോസ് നമുക്ക് നാളൊരു സമയം കിട്ടും. അപ്പോൾ ആവണക്കിടയ്ക്കൊരു വണക്കം കൂടെ നമുക്ക് കൊടുക്കാമല്ലേ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി. മുടി അയച്ചിടുമ്പോൾ എനിക്ക് മേക്കപ്പൊക്കെ ഇട്ടൊരു സാറ്റിസ്ഫാക്ഷനാണ് ലഭിക്കുക. എൻ്റെ പ്രിയതമൻ ഓൾറെഡി അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് ക്യാമറയുടെ മുന്നിലോട്ട് വിളിച്ചപ്പോൾ ജാടയ്ക്കൊട്ടും കുറവില്ലാത്ത മനുഷ്യൻ ഒരു വൈമുഖ്യം കാണിച്ചെങ്കിലും വന്നല്ലേ പറ്റൂ, വേറെ വഴിയില്ലല്ലോ. ടേങ് വെറുതെ വന്നാൽ പോരാ, പീസ് ഔട്ട് കാണിച്ചിട്ട് പോയാൽ മതി. എൻ്റെ കിണിയെന്നുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടി ആ മനുഷ്യൻ പീസ് ഔട്ട് കാണിച്ചിട്ട് വേഗം രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊണ്ടു, ഫ്രഷ് എയർ ശ്വസിച്ചു. പച്ചിപ്പ് തേടി ഞാൻ കൂടുവിട്ടു. പാട് ആ പച്ചിപ്പ് തേടി ഒന്ന് പാടോ പ്ലീസ്. പച്ചപ്പു തേടി ഞാൻ കൂടുവിട്ടു, അക്കരെ പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല, വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. അങ്ങനെ ഹാപ്പിലി ആ ദിവസം സ്പെൻഡ് ആയി ഗൈസ്. പീസ് ആൻഡ് ലവ് ടു ഓൾ.